അല്ല, വേറെ ആരാധനാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു മതമല്ല, 2 മതമല്ല ഉള്ളത്. അതവിടെ പോയിട്ട് പഠിക്കണം. അവിടെ മാത്രമുള്ള മതങ്ങളുണ്ട്, മതമുണ്ട്. വേറെ ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടില്ല. അതൊരു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ ഒരു വൺ സൈഡഡ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് പറ്റിയതാണ്. അതിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. കാരണം അത് അറിയാവുന്നവർ അത് വേണ്ട എന്ന് വെച്ചു. അത് യഥാർത്ഥ ഇഷ്യൂ എന്താണെന്ന് അറിയാവുന്നവരത് വേണ്ട എന്ന് വെച്ചു. അപ്പം അതുകൊണ്ട് ഒരു വൺ സൈഡഡ് അല്ലത്. ആരാധനാലയങ്ങൾ 2 വിഭാഗത്തിൻ്റെ മാത്രമല്ല, വേറെ വിഭാഗമുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രദേശത്ത് മാത്രമുള്ള വിശ്വാസം ഉള്ള മതങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അത് നമ്മുടെ ഇവിടെ ഇല്ലല്ലോ, ആ മതങ്ങളൊന്നും ഒരുപക്ഷെ കേരളത്തിലില്ലല്ലോ. അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മളധികം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മതപരമായിട്ടുള്ള അല്ലാത്തത് കൊണ്ട് ഗോത്രപരമാണെന്ന് ഏതാണ്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട അവസരത്തിൽ അത് തന്നെയല്ലേ എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിനുശേഷം കേരളത്തിലെ പല സഭകളുടെ മേധാവികളും പറഞ്ഞു ഇത് ഗോത്ര വിഷയമായിരുന്നു, തെറ്റായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചു എന്നൊക്കെ തന്നെ അവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അത് ഈ 12 നോട്ടിക്കൽ മൈൽ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെ, അതാണല്ലോ നമ്മുടെ ഒരു ഏരിയ. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഈ തീരത്തോട് ചേർന്നുള്ള 12 നോട്ടിക്കൽ മൈൽ. അവിടെ വിദേശി ട്രോളർക്ക് വരാൻ പറ്റില്ല. അതിനപ്പുറത്തുള്ളതാണല്ലോ. അതായത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് 200 നോട്ടിക്കൽ മൈൽ വരെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് ഒരു പരിധി. അത് നമ്മുടെ കോസ്റ്റ് ഗാർഡും അങ്ങനെയുള്ള നേവിയും ഒക്കെ വാച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഡീപ് സീ അവർ അവിടെ വരുന്നുണ്ടാവും. അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ നമ്മുടെ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവിയും അവരുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ വരുന്നവരെ എല്ലാം തുരത്താറുണ്ട്. അങ്ങനെ വരുന്ന വിദേശ ട്രോളറുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെസൽസിനെ അവർ ചെയ്യാറുണ്ട്. അതാണ് അതിൻ്റെ ഇഫക്റ്റീവായിട്ട്. ഇപ്പം പിന്നെ അതുപോലെയുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തേതുപോലെയുള്ള ആ പരാതി ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതായത് നമ്മുടെ ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് അവിടെ ഫിഷിംഗ് ഇല്ല. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അത് പിടിക്കാനും സാധിക്കുന്നുണ്ട്. അവരുടെ ഏരിയയിലേക്ക് ആരും കടന്ന് വരാറ് നമ്മുടെ വളരെ തീരവുമായിട്ടുള്ള അടുത്ത സ്ഥലമാണ്. അല്ല, ഈ ടോപ്പിൻ്റേത് TT ചെയ്യുന്നത് ഞാൻ നേരത്തെയും ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് ഞാനൊരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കത്തോലിക്കനുള്ള അല്ല, ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതൊരു പ്രതികരിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ പ്രതികരിക്കാം. ഇത് ഞാനൊരു കത്തോലിക്കനത് പഴയത് നോക്കിയാൽ അറിയാം. പോപ്പ് പറയുമ്പോഴും പോപ്പ് പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിരുന്നതും ഒക്കെ തന്നെ ഞാൻ അപ്പം തന്നെ ചീറ്റ് ചെയ്യും. അതിൻ്റെ യഥാർത്ഥ വേർഡ് ഞാൻ ഈ പോപ്പിൻ്റെ അതിൽ നിന്നാണ് ഞാൻ കിട്ടിയത്. ഇംഗ്ലീഷിലുള്ളൊരു വേർഡാണ്. നമുക്ക് ആ വേർഡില്ല. അത് പ്രോസലൈറ്റീസ് എന്നുള്ള വേർഡാണ്. പ്രോസലൈറ്റിസം എന്നുള്ളൊരു വേർഡാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് പ്രതികരിക്കേണ്ട അവസരത്തിൽ ഞാൻ പ്രതികരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സഭകളുടെ അഭിപ്രായമല്ലേ അത് പറയുന്നത്. സഭകളുടെ അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ ട്വീറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു വിഷയം വന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറയേണ്ട സമയത്ത് ഞാൻ പറയാം.